എസ് ഐ കാശിനാഥന്റെ മാലാകപ്പെണ്ണ് ശിവാനി. രചന സൂര്യ രാജേഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. മോളെ, ഈ യാത്ര വേണം. നിന്റെ ജീവനല്ലേ തുമ്പി മോള്. ആളുടെ വിവാഹത്തിന് നീയില്ലേ പിന്നെ എങ്ങനെയാ കുഞ്ഞെ കാര്യങ്ങള്? കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോട് ബിന്ദു ചോദിച്ചു. ഈ സന്തോഷം തല്ലിക്കെടുത്തിട്ട് നിനക്കിപ്പോ പോകണോ? ആ വാക്കിൽ കേട്ടൊരു നിമിഷം തുമ്പയുടെ ഹൃദയം പിടഞ്ഞു. പക്ഷെ അവൾ സ്വയം പിടിച്ചു നിന്നു. അപ്പോഴാണ് തുമ്പ അമ്മയുടെ കൈ പിടിച്ച് പറഞ്ഞ്, വേണമ്മേ, വിവാഹം കഴിഞ്ഞാൽ ചെലവ് കൂടുകയല്ലേ, അച്ഛനെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങിയില്ല, ഈ യാത്ര അനിവാര്യ. ബിന്ദു അതിശയത്തോടെ അവളെ നോക്കി. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിത്വത്തിൽ പോലും ഗൗരവമറിയാത്ത ആ കൊച്ചു പെൺകുട്ടി ഇത്രയും മാറ്റമോ? പക്ഷേ മോളെ, ബിന്ദു വീണ്ടും പറയാൻ ശ്രമിച്ചു. അമ്മേ, അവളുടെ ശബ്ദം വിറച്ചു. ഞാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ. അവളുടെ അച്ഛൻ മോഹൻ പതുക്കെ മുന്നോട്ട് വന്നു. മോളെ, നീ തീരുമാനമെടുത്ത് പൂർണ്ണ മനസ്സോടെയാണോ? അത് കേട്ടതും ആളെ ആളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു, അതെ അച്ഛാ. ഒരു നിമിഷം നിശബ്ദം. പിന്നെ അയാൾ അവളുടെ തലയിൽ കൈവച്ചു. ശരി, പോ. പക്ഷേ ഒരു കാര്യം ഓർമ്മ വെക്കണം. ആൾ കണ്ണുകൾ നിറഞ്ഞ അയാളെ നോക്കി. ഞങ്ങളിവിടെ കാത്തിരിക്കും, നീ തിരികെ വരാൻ. നിനക്ക് എപ്പോൾ ഈ ജോലി വേണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ നീ തിരിച്ചെത്തണം. അത്രമാത്രമേ അച്ഛന് പറയാനുള്ളൂ. ആ വാക്കുകൾ കേട്ട നിമിഷം തുമ്പയുടെ മനസ്സ് പൊട്ടിക്കരയാൻ തയ്യാറായി. അവൾ പെട്ടെന്ന് തിരിഞ്ഞടന്നു. കരഞ്ഞ് കണ്ണുനീർത്തുള്ളി വീഴുന്നതിന് മുമ്പ് തന്നെ അവൾ നടന്നു നീങ്ങി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന തുമ്പി അവളുടെ പിന്നാലെ ഓടി. തന്നോടൊരക്ഷരം പോലും പറയാൻ നടന്നു നീങ്ങുന്ന അവളെ തുമ്പി പുറകിൽ നിന്ന് വിളിച്ചു. മോളെ, എനിക്കൊരു കാര്യം പറയണം, ഞാൻ പറയുന്ന കേട്ടിട്ട് പോ. എന്നാൽ തുമ്പ നിൽക്കാതെ മുന്നോട്ട് നടന്നു. മനസ്സിന്റെ വിങ്ങൽ മറന്ന് ഉറ്റവരോട് യാത്രയും പറഞ്ഞ തുമ്പ എന്ന ശിവാനി എയർപോർട്ടിനുള്ളിലേക്ക് കയറി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ സമയത്ത് ഏകാന്തത അവൾക്കൊരു ആശ്വാസമായിരുന്നു. ആളുടെ ചുവടുകൾ മന്ദഗതിയിൽ നീങ്ങിക്കൊണ്ടിരുന്നു. ചുറ്റും ആളുകളുടെ ചിരികളും യാത്രകളുടെ ആവേശവും കൂടെ പോകുന്നവരോട് ചേർന്ന് നിൽക്കുന്ന സ്നേഹവും. പക്ഷെ ആ മുഴുവൻ തിരക്കിനിടയിലും ശിവാനിക്ക് മാത്രം ഒരു ശൂന്യത. ചെക്കിംഗ് കൗണ്ടറിന് മുമ്പിൽ നിൽക്കുമ്പോൾ കയ്യിലെ ടിക്കറ്റ് ഒന്നുകൂടെ നോക്കി. ഇതാണോ തന്റെ ശരിയായ തീരുമാനം? അവളുടെ മനസ്സ് നിശബ്ദം ചോദിച്ചു. ഒരു നിമിഷം അവൾ കണ്ണുകൾ അടച്ചു. ഓർമ്മകൾ പെട്ടെന്ന് തിരിച്ചു വന്നു. ചിരിച്ച മുഖങ്ങൾ, വേദനയോടെ പറഞ്ഞ വാക്കുകൾ. ഇനിയോടെന്നാ ഞാൻ തകരും, അവൾ മനസ്സിൽ പറഞ്ഞു. സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷം ഗേറ്റിന് മുന്നിലെ സീറ്റിലിരുന്നപ്പോൾ അവൾ ഒറ്റയ്ക്കായിരുന്നെങ്കിലും അതിലൊരു സമാധാനം ഉണ്ടായിരുന്നു. ആരും ചോദിക്കാത്ത ചോദ്യങ്ങൾ, ആരും തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കാത്ത ഓർമ്മകൾ. വേഗത്തിൽ തന്റെ ഫോൺ എടുത്ത് ഗാലറി ഓപ്പൺ ചെയ്തു. അതിലൊരു ഇമേജ് അവൾ കണ്ണിമോട്ടാതെ നോക്കി. വേഗത്തിൽ ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് കയ്യിലിരുന്ന ഫോൺ ശക്തമായി പിടിച്ചുകൊണ്ട് അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ചുറ്റും ആളുകൾ പോകുന്നു വരുന്നു. അനൗൺസ്മെന്റ് ശബ്ദം ഉയരുന്നു. ഫൈനൽ കോൾ ഫോർ ബോർഡിംഗ്. ജീവിതവും അങ്ങനെ തന്നെയല്ലേ? ചില അവസരങ്ങൾ ഫൈനൽ കോൾ പോലെ തന്നെ. കണ്ണുകളിൽ കണ്ണീരുണ്ടായിരുന്നു, പക്ഷേ ഹൃദയം മുമ്പത്തെ പോലെ തകർന്നില്ല. ആൾ ബോർഡിംഗ് ഗേറ്റിലേക്ക് നടന്നു. ഓരോ ചുവടും ആളെ പഴയ ജീവിതത്തിൽ നിന്ന് അകറ്റിയതുപോലെ അത് പുതിയൊരു തുടക്കത്തിലേക്ക് അടുപ്പിച്ചു. വിമാനം ഉയർന്നപ്പോൾ ശിവാനി ജനാലയിലൂടെ താഴേക്ക് നോക്കി. ആ നഗരം, ആ ഓർമ്മകൾ, ആ മനുഷ്യൻ, എല്ലാം ചെറുതായി ചെറുതായി ഒടുവിൽ കാണാതായി. ആൾ കണ്ണുകൾ അടച്ചു. ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും. ആ ചിന്തയിൽ അവൾക്ക് ആദ്യമായി ഒരു യഥാർത്ഥ സമാധാനം തോന്നി. ഫ്ലൈറ്റിൽ ആദ്യമായി കയറുന്ന പേടിയും പരിഭ്രമവും ഉണ്ടെങ്കിലും അത് അവൾ കാര്യമായി ബാധിച്ചിരുന്നില്ല. അതിലും വലുതാണല്ലോ താൻ കുറച്ചു നാളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സീറ്റിൽ നിന്ന് ബെൽറ്റ് കിട്ടുമ്പോൾ കൈകൾ അല്പം വിറച്ചു. വിമാനം അല്പം കുലുങ്ങിയപ്പോഴൊക്കെ ഹൃദയം പെട്ടെന്ന് മിടിച്ചു. പക്ഷേ അതെല്ലാം ചില നിമിഷങ്ങൾ മാത്രം. ഇതൊക്കെ പേടിയാണോ? അവൾ സ്വയം ചിരിച്ചു. കാരണം മനസ്സിനുള്ളിലെ കൊടുങ്കാറ്റുകൾക്ക് മുമ്പിൽ ഈ ചെറിയ പരിഭ്രമങ്ങളൊന്നുമല്ലായിരുന്നു. ആളുടെ പഴയ ജീവിതത്തിൽ നിന്നൊരു പൊട്ടിച്ചുവിടലായിരുന്നു ആ നിമിഷം. ഒരു നിമിഷം ആ ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് കയറാൻ ശ്രമിച്ചു. ആ ശബ്ദം, ആ മുഖം, ആ വേദന. വേണ്ട, ആൾ മനസ്സിൽ തന്നെ കർശനമായി പറഞ്ഞു. വിമാനം ആകാശത്തിലേക്ക് ഉയർന്നപ്പോൾ ആളുടെ ഉള്ളിൽ എന്തോ പതഞ്ഞു പൊങ്ങി. ഒരു ഭാരം, ഇതുവരെ വലിച്ചു നീട്ടിയിരുന്ന വേദന താഴെ വെച്ച് വിട്ടുപോയ പോലെ. കണ്ണുകൾ തുറന്നപ്പോൾ ജനാലക്ക് പുറത്തേക്ക് പടർന്ന മേഘങ്ങൾ. വെള്ള നിറത്തിലുള്ള ആ ലോകം പുതുജീവൻ പോലെ അവൾക്ക് തോന്നി. അടുത്ത സീറ്റിൽ ഇരുന്നിരുന്ന ഒരു കുഞ്ഞവളുമായി പുഞ്ചിരിച്ചു. ആ നിമിഷം ആൾക്കത് മനസ്സിലായി. ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ചിരി. പിന്നെ അവളും ചിരിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവളുടെ ചിരി കൃത്രിമല്ലാതെ പുറത്തു വന്നു. ചേച്ചി ആദ്യമായിട്ടാണോ? കുഞ്ഞ് ചോദിച്ചു. അത് കേട്ട് തുമ്പ തലകുലുക്കി. ആ കുഞ്ഞ് പറഞ്ഞു, എനിക്ക് ഭയമൊന്നുമില്ല, ഞാൻ പലതവണ പോയിട്ടുണ്ട്. അത് കേട്ട് ശിവാനിക്ക് ചിരി വന്നു. അപ്പൊ നീയാണോ എനിക്ക് ധൈര്യം തരുന്നത്? അവൾ ചോദിച്ചു. അതെ, കുഞ്ഞ് അഭിമാനത്തോടെ പറഞ്ഞു. ആ ചെറിയ സംഭാഷണം പോലും ആളുടെ മനസ്സിലൊരു വെളിച്ചം തെളിയിച്ചു. ചിലപ്പോൾ ജീവിതം വലിയ ആളുകൾ കൊണ്ടല്ല, ചെറിയ നിമിഷങ്ങൾ കൊണ്ടാണ് മാറുന്നത്.
വിമാനം മേഘങ്ങളെ കീറി മുന്നോട്ട് നീങ്ങുമ്പോൾ അവളൊന്ന് കണ്ണുകൾ അടച്ചു. തന്റെ പഴയ ഓർമ്മകളിലേക്ക് ചേക്കേറി. ആദ്യമായി മനസ്സിലേക്ക് വന്നത് ഒരു ചിരി. നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ഒരിക്കൽ അവളുടെ ലോകം തന്നെയായിരുന്നു ആ ചിരി. അവൻ കാശിനാഥൻ. എല്ലാവർക്കും കാശി, തന്റെയും തന്റെ ഇരട്ട സഹോദരി തുമ്പി എന്ന ഭവാനിയുടെയും ഉറച്ചെറുക്കൻ. പക്ഷേ ശിവാനിക്ക് കാശി അതിലും വലുതായിരുന്നു. അവളുടെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നിശബ്ദ പ്രണയമായിരുന്നു. ചെറുമംഗലം തറവാട്, വീട്ടുവളപ്പിലെ പഴയ മാവും തണുത്ത നിലാവിൽ തിളങ്ങുന്ന നടുമുറ്റവും, ചിരികളാൽ നിറഞ്ഞിരുന്ന ചെറുമംഗലം തറവാട്. പത്മനാഭൻ പിള്ളക്ക് 2 മക്കൾ, മോഹനും മാലിനിയും. മോഹനൻ റിട്ടയർഡ് പോലീസ് കോൺസ്റ്റബിൾ, ദേഷ്യമുള്ള മുഖം, പക്ഷേ ഉള്ളിൽ നിറഞ്ഞ സ്നേഹം. ഭാര്യ ബിന്ദു, ആശാവർക്കർ. ഗ്രാമത്തിലെല്ലാവരുടെയും ബിന്ദു ചേച്ചി. അവർക്ക് ജനിച്ച ഇരട്ടക്കുട്ടികൾ ഭവാനി, ശിവാനി. ഒരേ മുഖം, പക്ഷെ 2 വ്യത്യസ്തമായ ഹൃദയങ്ങൾക്കുടമയായ പെൺകുട്ടികൾ. ഭവാനി കളിയും ചിരിയുമായ വീടുണർത്തുമ്പോൾ ശിവാനി ശാന്തമായ പ്രകൃതമായിരുന്നു. ഒരുമിച്ചാണ് തുമ്പിയും തുമ്പയും വളർന്നതും പഠിച്ചതും നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ജോലി കയറിയതും. തൊട്ടടുത്ത സിറ്റിയിലെ ഹോസ്പിറ്റലാണ് ഇരുവരും നഴ്സായി ജോലി ചെയ്യുന്നത്. മാലിനി മോഹന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കാർത്തികേയനെ വിവാഹം കഴിച്ചു. അവർക്കൊരു മകൻ, അതാണ് കാശിനാഥൻ. ഇപ്പോൾ SI സെലക്ഷൻ കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ചെറുപ്പം മുതൽ ഒരുമിച്ച് വളർന്നവർ, ഒരേ സ്കൂൾ, ഒരേ വഴികൾ, ഒരേ ഓർമ്മകൾ. ഭവാനി കാശി ഏട്ടാ എന്ന് വിളിക്കുമ്പോൾ ശിവാനിക്ക് ആ വാക്ക് ഒരിക്കലും നാവിൽ വരാറില്ല. ആൾക്ക് അവൻ മറ്റാരോ ആയിരുന്നു. തുമ്മ, നീ എപ്പോഴും ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന എന്തുകൊണ്ടോ? ഒരു ദിവസം കാശി ചോദിച്ചപ്പോൾ, എല്ലാവരും സംസാരിക്കുമ്പോൾ ആരെങ്കിലും കേൾക്കാൻ വേണ്ടേ? ആൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറയുന്നില്ല, നീ കേൾക്കുവോ? അവൻ കണ്ണുകളിൽ തിളക്കത്തോടെ ചോദിച്ചു. ആൾ മറുപടി പറഞ്ഞില്ല. പക്ഷെ അവളുടെ മനസ്സ് പറഞ്ഞു, നിന്റെ ഓരോ വാക്കും ഞാൻ കേട്ടുകൊണ്ടേയിരിക്കും. കാലം കടന്നു. കുട്ടിത്തത്തിൽ നിന്ന് കൗമാരത്തിലേക്ക്, അവിടുന്ന് വലിയവരാവുന്ന വഴി ഭാവങ്ങൾ മാറി. പക്ഷേ തുമ്പയുടെ പ്രണയം പറയാതെ തന്നെ കൂടുതൽ ആഴമായി അവൾ അവനെ സ്നേഹിച്ചു. പക്ഷേ ഒരു ദിവസം എല്ലാം മാറി. കാശിയുടെ വീട്ടിലൊരു വിഷയം. ജോലി കിട്ടിയ കാശിക്ക് പെണ്ണ് നോക്കണം. ആ വാക്കുകൾ കേട്ട നിമിഷം തുമ്പയുടെ ഉള്ളിൽ എന്തോ പിടഞ്ഞു. ആൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം ആൾക്ക് അവനോടുള്ള സ്നേഹം ഒരിക്കലും വാക്കുകളായി പുറത്തു വന്നിരുന്നില്ല. ഒരു സന്ധ്യ മഴ പെയ്യുമ്പോൾ വളപ്പിലെ മാവിൻ കീഴിൽ നിന്നുകൊണ്ട് കാശി പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു. എനിക്ക് വേണ്ടി എൻ്റെ വീട്ടുകാർ പെണ്ണിനെ കണ്ടുപിടിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടു. അത് കേട്ട് തുമ്പ ചിരിക്കാൻ ശ്രമിച്ചു. ആരാ പെൺകുട്ടി? അവൾ ചോദിച്ചു. ഒരു നിമിഷം അവൻ മിണ്ടാതിരുന്നു. തുമ്പി എന്ന നിന്റെ സഹോദരി ഭവാനി. ഞാൻ അവളെ സ്നേഹിച്ചു. ആ മറുപടി അവളുടെ ഹൃദയം നിശബ്ദമായി തകർത്തു. എന്നാൽ തുമ്പ തന്റെ വിഷമം പുറത്തു കാട്ടിയില്ല. തുമ്പയെ തകർക്കാൻ തനിക്ക് മിനിറ്റുകൾക്ക് മുമ്പ് പറഞ്ഞ സ്വന്തം ചേച്ചി തുമ്പിയുടെ തീരുമാനം അറിഞ്ഞവൾ നെഞ്ചം പൊട്ടി തകർന്നു. അവളും അവനെ പ്രണയിക്കുന്നു എന്ന് അവൾ തുമ്പിയോട് തുറന്നു പറഞ്ഞു. ഇന്നും ആ വാക്കുകൾ തന്നെയാണ് അവൾ ഈ നാട് തന്നെ വിട്ടുപോകാൻ നിർബന്ധിച്ച്. അവരിരുവരും പ്രണയിച്ചിരുന്നു. കുട്ടികളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് മുത്തശ്ശൻ പത്മനാഭനും മുത്തശ്ശി ഭാനുമതിയും പറഞ്ഞു. പിന്നീട് മറ്റുള്ളവർക്കൊരു എതിർപ്പുണ്ടായിരുന്നില്ല. പിന്നീടുള്ള കാര്യങ്ങൾ എടുപിടിയെന്നായിരുന്നു. പെണ്ണ് കണ്ടതും നിശ്ചയവും വിവാഹ തീയതി കുറിച്ചതുമെല്ലാം. ഈ സമയത്താണ് ആ ഒരു ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ ഒരു പുതിയ ബ്രാഞ്ച് വിദേശത്ത് ആരംഭിച്ചു. അവിടേക്ക് തുമ്പയ്ക്ക് നഴ്സിംഗ് ജോബ് ഓക്കെയായി. സാമ്പത്തിക ബുദ്ധിമുട്ട് അധികം ഇല്ലാത്തതിനാലും അച്ഛനും അമ്മയും അവളെ പുറത്തേക്ക് വിടാൻ താല്പര്യമില്ലാത്തതിനാലും ആ ജോലി വേണ്ടെന്ന് നോക്കാൻ അവൾ തീരുമാനിച്ചു. കാശിയുടെയും തുമ്പിയുടെയും വിവാഹോർപ്പിസിലൂടെ തനിക്ക് തന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നിമിഷം വന്നു. അതുകൊണ്ടാണ് അവരുടെ വിവാഹത്തിന് മുമ്പ് തന്നെ ഈ നാട് തന്നെ വിട്ടുപോകാൻ തുമ്പ തീരുമാനിച്ചു. ആ ഒരു കാരണം കൊണ്ട് അവൾ ആ ഹോസ്പിറ്റലിൽ ജോലി കയറാൻ തീരുമാനിച്ചു. തന്റെ കുടുംബം പോകുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞപ്പോൾ താൻ പോകണമെന്ന് നിർബന്ധം പിടിച്ചു. അതിന്റെ ഫലമായി പോകാനുള്ള അനുമതി തന്റെ കുടുംബം തനിക്ക് തന്നു. പക്ഷെ കാശി തുമ്പി വിവാഹശേഷം പോയാൽ മതിയെന്ന് കർക്കശം പറഞ്ഞു. അത് കാണാൻ ത്രാണിയില്ലാത്തതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് ടിക്കറ്റ് ഓക്കെ ആവണമേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. ദൈവം അത് നല്ലപോലെ കേട്ടു. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് 2 ദിവസം മുമ്പ് തന്നെ ടിക്കറ്റ് ഓക്കെ ആയി. അതും അബുദാബിക്ക്. ഇതൊന്നും അറിയാതെ തന്റെ തുമ്പി തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരച്ചിലായിരുന്നു. എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യത്തിന് നീയില്ലല്ലോ എന്ന് പറഞ്ഞ് പദം പറഞ്ഞു കരഞ്ഞ തുമ്പി. എങ്കിലും തന്റെ കൂടപ്പിറപ്പിനെ സമാധാനിപ്പിച്ച് അവൾക്ക് ആശംസകൾ പറഞ്ഞാണ് താൻ യാത്രയ്ക്ക് ഒരുങ്ങിയത്. വിമാനമേഘങ്ങൾക്ക് മുകളിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ തുമ്പയുടെ കണ്ണുകൾ പതുക്കെ തുറന്നു. കാശി, ആൾ മനസ്സിൽ വിളിച്ചു. നിനക്കൊരിക്കലും അറിയില്ല ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിച്ചെന്ന്. ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കവിളിലൂടെ താഴേക്ക് വീണു. പക്ഷെ ഇത്തവണ അവൾ അത് തുടച്ചു കളഞ്ഞു. കാരണം ഇതെല്ലാത്തിന്റെ അവസാനമാണ്. അവളുടെ നിശബ്ദ പ്രണയത്തിന്റെ അവസാനം. ദീർഘമായ ഒരു ഉറക്കത്തിന് ശേഷമാണ് അവൾ കണ്ണുകൾ തുറന്നത്. അപ്പോഴേക്കും ഫ്ലൈറ്റ് അബുദാബിയിൽ ലാൻഡ് ചെയ്തിരുന്നു. ചുറ്റും നോക്കുമ്പോൾ ആളുകൾ ഇതിനകം തന്നെ എഴുന്നേറ്റ് തിരക്കിലാണ്. അനൗൺസ്മെന്റിന്റെ മൃദുവായ ശബ്ദം വീണ്ടും വീണ്ടും മുഴങ്ങുന്നു. ശിവാനി ഒരു നിമിഷം അങ്ങനെ തന്നെ ഇരുന്നു. വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തണുത്ത എയർ കണ്ടീഷൻ വായു അവളുടെ മുഖത്തെ തഴുകി.
ഒരു പുതിയ നാട്, പുതിയ ആളുകൾ, അറിയാത്ത ഭാഷകൾ, എല്ലാം അവൾക്ക് പുതുമയായിരുന്നു. എമിഗ്രേഷൻ കൗണ്ടർ റൂമിൽ നിൽക്കുമ്പോൾ അവൾ പാസ്പോർട്ട് ശക്തമായി പിടിച്ചു. എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വലിയ ഗ്ലാസ് കെട്ടിടങ്ങളും വെളിച്ചു നിറഞ്ഞ റോഡുകളും വേഗത്തിൽ പാഞ്ഞു പോകുന്ന വാഹനങ്ങളും. ആളൊന്ന് നിശ്ചലമായി നിന്നു. എവിടെയാണ് ഇനി ഞാൻ? ആൾ മൃദുവായി പറഞ്ഞു. അപ്പോഴാണ് അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്ത്. അവൾ സ്ക്രീനിലേക്ക് നോക്കി. അൺനോൺ നമ്പർ. ഇവിടെ ആരാണ് തന്നെ വിളിക്കാൻ? കൈയൽപ്പം വിറച്ചു. പക്ഷെ ഇത്തവണ അവൾ പിന്നോട്ടില്ല. ആൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ശിവാനി, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടാവുന്ന ഹോസ്പിറ്റൽ അതോറിറ്റിയിൽ നിന്നുള്ള ആളാണ്. എയർപോർട്ട് എൻട്രൻസിൽ വരുമ്പോൾ ഞാൻ ഈ സൈഡിൽ കാണും. എൻ്റെ പേര് രാജീവ്. ആ ശബ്ദം കേട്ട നിമിഷം ശിവാനിയുടെ ഉള്ളിൽ പറഞ്ഞിരുന്ന സംഘർഷം ഒന്ന് ശമിച്ചു. ഓ ശരി, ആൾ മൃദുവായി മറുപടി നൽകി. കോൾ കട്ട് ചെയ്ത ശേഷം ഒരു നിമിഷം അവൾ അവിടെ തന്നെ നിന്നു. ഇതാ ഇനി ശരിക്കും തന്റെ പുതിയ ജീവിതത്തിന്റെ വാതിൽ തുറക്കുകയാണ്. ബാഗ് ശരിയാക്കി ആൾ എയർപോർട്ട് എൻട്രൻസിലേക്ക് നടന്നു. പുറത്തെത്തിയപ്പോൾ പലരും പ്ലക്കാർഡുകൾ പിടിച്ചു നിൽക്കുന്നു. പേരുകൾ, ലോഗോകൾ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ. ആളൊന്ന് ചുറ്റും നോക്കി. ശിവാനി എന്ന പേരുള്ള ഒരു പ്ലക്കാർഡ്. അതിനടുത്ത് 30 മുകളിൽ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. സിമ്പിൾ ഷർട്ടും പാൻസുമാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. ആൾ അടുത്തേക്ക് നടന്നു. രാജീവ്? ആൻ തല ഉയർത്തി നോക്കി. ഒരു സൗഹൃദ പുഞ്ചിരിയോടെ പറഞ്ഞു. അതെ, ശിവാനിയല്ലേ? ആൾ തലകുനിച്ചു. വെൽക്കം. ആൻ ബാഗ് കയ്യിലെടുക്കാൻ ശ്രമിച്ചു. ഇല്ല, ഞാൻ പിടിക്കാം, ആൾ നിസ്സാരമായി പറഞ്ഞു. അവൻ ചിരിച്ചു. ശരി, ആ ദിവസം തന്നെയാണല്ലോ. കാറിലേക്ക് നടന്നു പോകുമ്പോൾ അവൾ ചുറ്റുമുള്ള ലോകം ശ്രദ്ധിച്ചു. വലിയ റോഡുകൾ, മിനുങ്ങുന്ന ലൈറ്റുകൾ, അറിയാത്ത നഗരത്തിന്റെ താളം. ഭയമുണ്ടോ? രാജീവ് ചോദിച്ചു. അവൾ ഒരു നിമിഷം ചിന്തിച്ചു. ഇല്ല, അല്ലെങ്കിൽ ഉണ്ടാവാം, പക്ഷേ അതിലും വലുത് ഞാൻ നേരത്തെ നേരിട്ടിട്ടുണ്ട്. അവനവളെ നോക്കി. അപ്പൊ നിങ്ങൾ സ്ട്രോങ് ആണോ? അവൾ ചിരിച്ചു. ആവശ്യമെന്നാ എല്ലാവരും സ്ട്രോങ് ആവും. കാറ് സ്ലോ ആയി മുന്നോട്ട് നീങ്ങി. വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആ നഗരം അവൾക്കായി പുതിയ കഥകൾ എഴുതാൻ തയ്യാറായി നിന്നു. ആളിങ്ങി എത്തിയെന്ന് പറയാൻ വീട്ടിലേക്ക് വിളിക്കാൻ ഫോൺ കയ്യിലേക്ക് എടുത്തു. വാട്സപ്പ് കോൾ ചെയ്യാൻ സ്ക്രീൻ തുറന്നപ്പോൾ അവളുടെ വിരൽപ്പെട്ട് നിശ്ചലമായി. സ്ക്രീനിൽ തെളിഞ്ഞ് സേവ് ദി ഡേറ്റ്, കാശി, തുമ്പി. ഇരുവരുടെയും ചിരിയോടെ നിന്ന ഫോട്ടോ. ഒരു നിമിഷം അവളുടെ ഉള്ളിൽ എന്തോ തകർന്നു വീണു. ശ്വാസം തന്നെ പിടഞ്ഞു. ഇത് സത്യമാണോ? ആൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കരയാൻ വിങ്ങി നിന്ന കണ്ണുകൾ ഇപ്പോൾ തടയാനാവാതെ പൊട്ടിയൊഴുകി. കാർ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. കുറച്ചു സമയം കൊണ്ട് തന്നെ തുമ്പ താമസിക്കാനുള്ള ഫ്ളാറ്റിലെത്തി. നഗരത്തിന്റെ തിരക്കിൽ നിന്ന് അല്പം മാറി നിൽക്കുന്ന അപ്പാർട്ട്മെന്റ് ശാന്തമായിരുന്നു. പുതിയൊരു തുടക്കത്തിനെന്ന പോലെ. രാജീവ് റൂം കാട്ടിക്കൊടുത്തു. ഇതാണ് നിങ്ങൾക്ക്, എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കണം, ആൻ സൗഹൃദത്തോടെ പറഞ്ഞു. ആൾ തലകുനിച്ചു. അവിടെ അവളെ കൂടാതെ ഒരു മലയാളി പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. മൃദുവായി അവൾ അടുത്തേക്ക് നടന്നു. ഹായ്, അവൾ പുഞ്ചിരിച്ചു. ഞാൻ തുമ്പ, ശിവാനിന്ന് വിളിക്കും, നാട്ടിൽ ആലപ്പുഴ. അവൾ കൈനീട്ടി. ഞാൻ അശ്വതി, ട്രിവാൻഡ്രത്താ, കിളിമാനൂര്. അവളും ചിരിച്ചു. നമ്മൾ ഒരേ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ വന്നിട്ട് 2 മാസമായി. ആ ഒരു വാക്ക് 2 മാസം തുമ്പയ്ക്ക് ചെറിയൊരു ആശ്വാസമായി. അതായത് ഇവിടെ ഒരാളെങ്കിലും വഴികാട്ടാനുണ്ടല്ലോ. അവൾ മനസ്സിൽ ചിന്തിച്ചു. ഫസ്റ്റ് ടൈമാണ് ഗൾഫിൽ? അശ്വതി ചോദിച്ചു. അതെ, തുമ്പ ചിരിച്ചു. അപ്പൊ ആദ്യം 2 ദിവസം അല്പം ബുദ്ധിമുട്ടുണ്ടാകും, പിന്നെ ശരിയാവും. ആ വാക്കിലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നിനക്ക് ചായ വേണോ? അശ്വതി ചോദിച്ചു. വേണം എന്ന് പറയാൻ തുമ്പക്ക് തോന്നി. കാരണം ആളിപ്പോൾ ഏറ്റവും ആവശ്യം ഒരു ചൂടായിരുന്നു, ഒരാശ്വാസം പോലെ. വേണം. ആൾ തലകുലുക്കി. കിച്ചണിലേക്ക് പോയ അശ്വതി ചായ ഉണ്ടാക്കാൻ തുടങ്ങി. ആൾ റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആളുടെ കണ്ണുകൾ ചുറ്റും തിരിഞ്ഞു. ഒരു കിടക്ക, ഒരലമാര, ഒരു ചെറിയ ജനൽ. ഇതാണ് ഇനി അവളുടെ ലോകം. ആൾ ബാഗ് പതുക്കെ വെച്ച് ഒരു ദീർഘശ്വാസം എടുത്തു. ഇവിടെ നിന്നാണ്, ആൾ മനസ്സിൽ പറഞ്ഞു, എൻ്റെ പുതിയ ജീവിതം തുടങ്ങുന്നത്. പക്ഷേ ആൾക്കറിയാതെ ബാഗിനുള്ളിൽ സൈലന്റ് ആയിരുന്ന ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തു. സ്ക്രീനിൽ തുമ്പി കോളിംഗ്. ആൾ കേൾക്കാതെ പോയ കോൾ ആളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കിച്ചണിൽ നിന്ന് അശ്വതി വിളിച്ചു. ചായ റെഡി കേട്ടോ. തുമ്പ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു, കണ്ണുകളിൽ ഇനിയും മറിഞ്ഞു നിൽക്കുന്ന വേദനയോടെ. ഒന്ന് കുളിച്ച് ഫ്രഷായി വന്ന് ആൾ ബെഡിലേക്ക് കിടന്നു. തലയിണിൽ പതിഞ്ഞ നിമിഷം തന്നെ ശരീരവും മനസ്സും ഒരുപോലെ ക്ഷീണിച്ചു പോയതുപോലെ. കണ്ണുകൾ അറിയാതെ അടഞ്ഞു ഉറക്കത്തെ പുൽകി അവൾ. പക്ഷേ ആ ഉറക്കം ശാന്തമായതല്ലായിരുന്നു. സ്വപ്നങ്ങളിൽ വീണ്ടും അവൾ ചെറുമംഗലം തറവാട്ടിലേക്ക് തിരിച്ചുപോയി. വളപ്പിൽ അലങ്കാര വിളക്കുകൾ, മുറ്റത്തെ തിരക്കുകൾ, ചിരികളും ശബ്ദങ്ങളും. വിവാഹ വീട്ടിലെ സന്തോഷം. ആൾ ദൂരത്ത് നിന്ന് നോക്കി. ആളുടെ കാലം മുന്നോട്ട് പോകുന്നില്ല. ആളുടെ മഞ്ഞസാരിയിൽ തിളങ്ങിയുന്ന തുമ്പി, മുഖത്തെ സന്തോഷം, കണ്ണുകളിൽ ഒരു മറഞ്ഞ വേദന. ആളുടെ മുന്നിൽ വരന്റെ വേഷത്തിൽ കാശി എല്ലാവരോടും ചിരിച്ച് സംസാരിച്ച് നിൽക്കുന്നു. പക്ഷെ അവന്റെ കണ്ണുകൾ മാത്രം ആരൊരാൾ തിരയുന്ന പോലെ. മോളെ, തുമ്പിയുടെ ശബ്ദം കേട്ടു. തുമ്പി ഞെട്ടി. എവിടെയായിരുന്നു നീ? ആൾ ചോദിച്ചു. പക്ഷെ ശബ്ദം അപ്രത്യക്ഷമായി. ചുറ്റുമെല്ലാം മങ്ങി തുടങ്ങി. കാശി അവളെ നോക്കി. നീ വരുന്ന ഞാൻ കരുതിയില്ല.
ആൾ പറയാൻ ശ്രമിച്ചു. പക്ഷെ വാക്കുകൾ പുറത്തു വരുന്നില്ല. അടുത്ത നിമിഷം വിവാഹമന്ത്രങ്ങൾ, ശബ്ദങ്ങൾ, ചിരികൾ എല്ലാം ഒന്നായി കലർന്നുപോയി. ശിവാനി, ആരോ വിളിച്ചു. ആൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. ശ്വാസം വേഗത്തിലായി. മുമ്പിൽ ആ അപരിചിതമായ റൂം, അബുദാബി. ആൾ നെഞ്ചിൽ കൈവച്ചു. സ്വപ്നം? ആൾ മൃദുവായി പറഞ്ഞു. പക്ഷെ അത് സ്വപ്നം പോലെ തോന്നിയില്ല. ടേബിളിൽ വെച്ചിരുന്ന ബാഗിൽ നിന്ന് ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തു. അമ്മ കോളിംഗ്. സ്ക്രീനിൽ തെളിഞ്ഞ ആ പേരിലേക്ക് അവളുടെ കണ്ണുകളും നിശ്ചലമായി. ഈ ഫോൺ തന്നെയാണ്, ആൾ മനസ്സിൽ പറഞ്ഞു. തന്റെ സമാധാനം കെടുത്തുന്നു. ഈ സ്ക്രീനിൽ തെളിയുന്ന ചിത്രങ്ങൾ, കാശിയും തുമ്പിയും. ഒരു നിമിഷം ഫോൺ ഭിത്തിയിലേറിയണമെന്ന പോലെ തോന്നി അവൾക്ക്. പക്ഷേ അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തു. അമ്മ. ആളുടെ ശബ്ദം ദയനീയമായി വീങ്ങി. മോളെ, അങ്ങ് എത്തിയോ? എത്തിയിട്ട് എന്താടാ വിളിക്കാഞ്ഞ്? ഞങ്ങളിവിടെ കാത്തിരിക്കായിരുന്നില്ലേ? അച്ഛനൊരു സമാധാനമല്ല. ബിന്ദുവിന്റെ ശബ്ദത്തിൽ ആശങ്ക നിറഞ്ഞിരുന്നു. നാളെ കഴിഞ്ഞ കല്യാണം, എന്നാൽ ഇവിടെ ആർക്കൊരു ഉത്സാഹമില്ല, നീ ഇല്ലാത്തതുകൊണ്ട്. ആ വാക്കുകൾ ശിവാനിയുടെ ഹൃദയം കുത്തിപ്പൊളിച്ചു. എന്റെ കുട്ടിക്ക് അവിടെ സുഖമല്ലേ? കണ്ണുനീർ നിറഞ്ഞിരുന്നെങ്കിലും അവൾ ശബ്ദം നിയന്ത്രിച്ചു. റൂം കിട്ടിയമ്മേ, നല്ല അന്തരീക്ഷം. ഒരു നിമിഷം അവൾ നിശബ്ദയായി നിന്നു. പിന്നെ ഒരു കള്ളം പറഞ്ഞവൾ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇവിടെ ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല. അയ്യോ മോളെ. ബിന്ദുവിന്റെ ശബ്ദം വിറച്ചു. നിന്നോട് സംസാരിക്കണമെങ്കിൽ, നിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? വിഷമിക്കണ്ട അമ്മ, ആൾ മൃദുവായി പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും സംവിധാനത്തിൽ വിളിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ആരും വിഷമിക്കേണ്ട കേട്ടോ, ഇവിടുത്തെ നിയമം ഇങ്ങനെയാ. എല്ലാവരോടും തിരക്കിയെന്ന് പറ. അത്രയും പറഞ്ഞ അവൾ ഫോൺ കട്ട് ചെയ്തു. ഒരു നിമിഷം അവൾ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നു. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിനുള്ളിലേക്ക് തള്ളി വെച്ചു. ഇതാണ് നല്ലത്, അവൾ സ്വയം പറഞ്ഞു. ഇപ്പം എനിക്ക് സമാധാനം വേണം. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അശ്വതി അവളുടെ അടുത്തേക്ക് വന്നു. തുമ്പ, നീ എന്ത് പണിയെ കാണിച്ച്? എന്തിനാ വീട്ടുകാരുടെ കള്ളം പറഞ്ഞ് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന്? ആ ചോദ്യം കേട്ട നിമിഷം ശിവാനിയുടെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന എല്ലാം ഒറ്റയടിക്ക് പൊട്ടിത്തെറിച്ചു. എനിക്ക് പറ്റുന്നില്ല, അവൾ വിങ്ങി. എനിക്ക് തോന്നുന്നു സഹിക്കാനാവുന്നില്ല. അടുത്ത നിമിഷം അവൾ അശ്വതിയുടെ മുന്നിൽ തകർന്നു വീണു. ആർത്തലച്ച് കരഞ്ഞു. വർഷങ്ങളായി ഒളിപ്പിച്ചിരുന്ന ഓരോ വികാരവും ഓരോ വേദനയും വാക്കുകളായി പുറത്തു വന്നു. കാശിയെക്കുറിച്ച്, തന്റെ നിശബ്ദ പ്രണയം, തുമ്പിയുടെ സേവ് ദി ഡേറ്റ്, തന്റെ മനസ്സേറുന്ന നിമിഷം, എല്ലാം അവൾ തുറന്നു പറഞ്ഞു. അശ്വതി ഒരു നിമിഷം മിണ്ടാ നിന്നു. അവൾക്ക് അത്ഭുതം. ഇത്രയും വേദന ഇത്ര നിശബ്ദമായിട്ട് ഒരാൾ സഹിക്കുമോ? പിന്നെ അവൾ പതുക്കെ ശിവാനിയുടെ കൈ പിടിച്ചു. മതി, അവൾ മൃദുവായി പറഞ്ഞു. ഇനി ഒറ്റയ്ക്ക് അറിയണ്ട. ആ വാക്കുകൂടി കേട്ട നിമിഷം തുമ്പി അവളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ആദ്യമായി ഈ പുതിയ നഗരത്തിൽ അവൾക്കൊരു സ്വന്തം എന്ന അശ്വതിയെ തോന്നി. അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ആ കണ്ണുനീറിപ്പോൾ ഒറ്റപ്പെടലിൻ്റെതല്ല, ഒരാൾ കേൾക്കുന്നുണ്ടെന്ന ആശ്വാസത്തിൻ്റെതായിരുന്നു. രാത്രി നീണ്ടുപോയി. പക്ഷെ ആ രാത്രി ശിവാനിയുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. ദിവസങ്ങൾ പലതും അങ്ങനെ കടന്നുപോയി. ചഞ്ചലമായ മനസ്സോടെ തുടങ്ങിയ ജീവിതം പതിയെ പതിയെ ഒരു ട്രാക്കിലായി മാറി. പുതിയ ഹോസ്പിറ്റൽ, അവിടുത്തെ ചിട്ടകൾ, രോഗിയുടെ മുഖങ്ങൾ, ഓരോ ദിവസവും പുതിയ അനുഭവങ്ങൾ. രാജീവും അശ്വതിയും അവൾക്കൊരു ചെറിയ ലോകമായി. ചിരികൾ, ചെറിയ വഴക്കുകൾ, രാത്രിയിലെ നീണ്ട സംഭാഷണങ്ങൾ, ഇതെല്ലാം കൂടി ആളുടെ ഉള്ളിൽ സന്തോഷം നിറക്കാൻ തുടങ്ങി. ഫോൺ കൂടി ഇല്ലാത്തത് ആദ്യം തുമ്പയ്ക്ക് വേദനയായി തോന്നിയെങ്കിലും പിന്നീട് അത് തന്നെ അവിടെ വലിയ സമാധാനമായി. കാശിയും തുമ്പിയും ഓർമ്മകളായി മാത്രം അവിടെ മനസ്സിൽ ബാക്കിയായി. അങ്ങനെ ഒരു മാസം പൂർണ്ണമായി കടന്നുപോയി. ആ ദിവസം അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ അശ്വതിയുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് ശ്രദ്ധിച്ചവൾ കണ്ടു. ബാങ്ക് മെസ്സേജ്, സാലറി ക്രെഡിറ്റഡ്. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കും ശമ്പളം ക്രെഡിറ്റ് ആയിട്ടുണ്ട്, എൻ്റെ ആദ്യ ശമ്പളം. അവൾ ചിരിച്ചു. അവളുടെ പ്രയത്നത്തിന്റെ ആദ്യ ഫലം. പക്ഷെ അടുത്ത നിമിഷം തന്നെ ആ സന്തോഷം ഒരു ചിന്തയായി മാറി. ഇത് വീട്ടിലേക്ക് അയക്കണം. അച്ഛൻ്റെ മുഖം, അമ്മയുടെ വാക്കുകൾ, തുമ്പിയുടെ വിവാഹം, എല്ലാം വീണ്ടും മനസ്സിലേക്ക് വന്നു. ആൾ പൈസ പുറത്തുപോയി അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഹൃദയത്തിലൊരു തണുപ്പ് തോന്നി. പക്ഷെ അതിൻ്റെ കൂടെ പേരറിയാത്തൊരു വേദനയും. അച്ഛനെ വിളിക്കണം, ആൾ തീരുമാനിച്ചു. മാസങ്ങൾക്ക് ശേഷം ആൾ വീണ്ടും തന്റെ ഫോൺ കയ്യിലെടുത്തു. ഒരു നിമിഷം അവളുടെ കൈയൊന്ന് വിറച്ചു. ഈ ചെറിയ ഉപകരണം അവളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന ഒന്നായിരുന്നു എന്നവൾ വേദനയോട് ഓർത്തു. അവൾ പതുക്കെ ഫോൺ ഓൺ ചെയ്തു. സ്ക്രീൻ തെളിഞ്ഞു. നോട്ടിഫിക്കേഷൻ, മെസ്സേജസ്, മിസ്ഡ് കോൾസ് എല്ലാം ഒരുമിച്ച്. അവളുടെ ഹൃദയം ശക്തമായി മിടിച്ചു. വിരൽ പതുക്കെ സ്ക്രീനിലേക്ക് നീങ്ങി. അപ്പോൾ തന്നെ വാട്സാപ്പിന് മുകളിൽ തുമ്പി ഓൺലൈൻ. അവളുടെ ശ്വാസം ഒന്ന് വിലങ്ങി. താഴേക്ക് സ്ക്രോൾ ചെയ്തപ്പോൾ കാശി അൺറീഡ് മെസ്സേജ് 27. കണ്ണുകൾ വിറച്ചു. ഇതെല്ലാം ഒരു നിമിഷം അവൾക്ക് തോന്നി, ഇത് തുറക്കണ്ട. പക്ഷേ മനസ്സ് പറഞ്ഞു, ഇത്രയും നാൾ നീ വേദനിച്ചോടി, ഇനി നേരിടും. ആൾ കണ്ണുകളടച്ചൊരു ദീർഘശ്വാസം എടുത്തു. ആദ്യം ആളുടെ മെസ്സേജ് തുറക്കണം. കാശി, തുമ്പ. അവൾ ചിന്തിച്ചു. ആളുടെ വിരൽ ഒരു നിമിഷം വിറച്ചു. പിന്നെ പതുക്കെ തുമ്പി എന്ന ചാറ്റ് തുറന്നു.
സ്ക്രീൻ മുഴുവൻ മെസ്സേജുകൾ. മോളെ എവിടെയാ നീ? ഫോൺ എടുക്കണേ, എനിക്ക് നിന്നോട് സംസാരിക്കണം പ്ലീസ്, ഒരു പ്രാവശ്യം. തീയതികൾ, സമയം ഒന്നിനൊന്ന് പിന്നാലെ. ശിവാനിയുടെ കണ്ണുകൾ നനഞ്ഞു. ഇത്രയും നാൾ താൻ ഇതൊന്നും കണ്ടിരുന്നില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. പിന്നെ അവൾ താഴേക്ക് സ്ക്രോൾ ചെയ്തു. അവസാനത്തെ മെസ്സേജ്. മോളെ, നാളെ എൻ്റെ വിവാഹം. നീ വരില്ലാന്ന് എനിക്കറിയാം, പക്ഷേ നീ എന്നെ വെറുക്കരുത്. അവളുടെ ശ്വാസം പിടഞ്ഞു. അടുത്ത ലൈൻ. ഇതെന്റെ തീരുമാനം. ശിവാനിയുടെ ഹൃദയ ഒരു നിമിഷം നിശ്ചലമായി. അവൾ വേഗത്തിലടുത്ത മെസ്സേജ് തുറന്നു. കാശി ചേട്ടൻ എന്ന് ചിന്തിച്ചുകൊണ്ട് അവളുടെ ഒരു വലിയ വോയിസ് നോട്ട് ഉണ്ടായിരുന്നു. കൈകൾ വീണ്ടും വിറച്ചു. ഇതെന്താണ്? ആൾ കുറച്ചു നിമിഷം സ്ക്രീനിലേക്ക് നോക്കിയിരുന്നു. ഹൃദയം അറിയാത്ത ഭയത്തോടെ മിടിച്ചു. പ്ലേ ചെയ്യണം. ഇത് കേട്ടാൽ അവളുടെ ലോകം വീണ്ടും മാറും. ഒരു ദീർഘശ്വാസം എടുത്തു. കണ്ണുകൾ അടച്ചു. അടുത്ത നിമിഷം അവൾ ആ വോയിസ് നോട്ട് പ്ലേ ചെയ്തു. തുമ്പിയുടെ ശബ്ദം വിങ്ങിയിരുന്നു. മോളെ, നീ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ. ഈ വിവാഹം ഒരു അഡ്ജസ്റ്റ്മെന്റ്. എനിക്ക് വേണ്ടി മാത്രം എടുത്തൊരു തീരുമാനം ഇത്. ശിവാനിയുടെ കണ്ണുകളിൽ അതിശയമായി. കാശി ചേട്ടന് അവനിഷ്ടം നിന്നെയാ മോളെ. തുമ്പിയുടെ ഹൃദയതാളം ഒന്ന് ആഞ്ഞിടിച്ചു. ഒരു നിമിഷം ലോകം തന്നെ നിശ്ചലമായി. ആ വാക്കുകൾ കേട്ട അവൾക്ക് സംശയമായി. തുമ്പി പറഞ്ഞത് തെറ്റിയതാണോ അതോ ഉള്ളതാണോ? അവനൊരിക്കലും എന്നെ ആ രീതിയിൽ കണ്ടിട്ടില്ല മോളെ. പക്ഷേ എൻ്റെ ആവശ്യപ്രകാരം അവനിതിന് കൂട്ടുനിന്നു. വോയിസ് നോട്ട് വിങ്ങിലോടെ മുന്നോട്ട് പ്ലേ ആയി. എൻ്റെ സ്വാർത്ഥം കൊണ്ടാണ് ഞാനിതെല്ലാം നിന്നോട് പറയാതിരുന്നു. ഇതെല്ലാം നീ അറിഞ്ഞാൽ നീ തകർന്നു പോകുന്ന പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ല. നീ അറിയണം, അവനിന്നും നിന്നെയാണ് സ്നേഹിക്കുന്നതെന്ന്. വോയിസ് നോട്ട് അവസാനിച്ചു. ശിവാനി അവിടെ തന്നെ കല്ലുപോലെ ഇരുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. പക്ഷെ എന്തിനു വേണ്ടിയായിരുന്നു ചേച്ചി ഇതെല്ലാം ചെയ്ത്? അവളുടെ കണ്ണിലൊരു സംശയം നിഴലിച്ചു. അത് വേദനയുടേതോ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെതോ ആൾക്ക് തന്നെ മനസ്സിലായില്ല. കാശി, ആൾ മൃദുവായി പറഞ്ഞു. ഇത്രയും നാൾ അവൾ വിശ്വസിച്ചില്ല. ഇത്രയും നാൾ ഞാൻ വിശ്വസിച്ചില്ല ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ഹൃദയം വീണ്ടും ചോദിച്ചു, ഇപ്പൊ നീ എന്ത് ചെയ്യും? പെട്ടെന്ന് ആ ചാരിലേക്ക് ഒരു ഫോട്ടോ വന്ന് വീണു. ആളുടെ ഹൃദയം ഒന്ന് നിശ്ചലമായി. വേഗത്തിൽ ശിവാനി ആ ഫോട്ടോ തുറന്നു. സ്ക്രീനിൽ തെളിഞ്ഞ യുവാവേഷത്തിൽ തുമ്പി. ചുമന്ന സാരിക്ക് മുകളിൽ കനത്ത മാലകൾ, മുഖത്ത് നിർബന്ധിതമായൊരു പുഞ്ചിരി. ഇത് ആൾ വിറച്ചു. അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ വരന്റെ ഭാഗത്തേക്ക് നീങ്ങി. കാശി എന്ന പ്രതീക്ഷ അവളുടെ മനസ്സൊരു നിമിഷം തകർന്നു. അവിടെ കാശിയില്ല, പകരം ഡോക്ടർ അരുൺ സക്കറിയ, തങ്ങൾ നാട്ടിൽ ജോലി ചെയ്ത ഹോസ്പിറ്റലിലെ ഡോക്ടർ. ഒരു ഞെട്ടിലോടെ അവൾ ഫോൺ മുറുക്കെ പിടിച്ചു. ഇതെന്താണ്? മനസ്സിൽ ചോദ്യങ്ങൾ ഒന്നിനൊന്ന് പിന്നാലെ പൊട്ടിത്തെറിച്ചു. ഇത് വിവാഹം കാശിയോടൊപ്പല്ലേ? അപ്പൊ ഈ അരുൺ സക്കറിയ എങ്ങനെ? ഓർമ്മകൾ വീണ്ടും തിരിച്ചു വന്നു. തുമ്പി പറഞ്ഞത്, എനിക്കൊരു പ്രണയമുണ്ട്, വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. അപ്പോ ശിവാനിയുടെ ഉള്ളിൽ സംശയങ്ങൾ കട്ടപിടിച്ചു. ഇതെല്ലാം ഒരു നാടകമാണോ? കാശിയും തുമ്പിയും ചേർന്ന് എന്നെ പറ്റിച്ചതാണോ? കണ്ണുകൾ വീണ്ടും നനഞ്ഞു. പക്ഷേ ഇതാണ് വേദനയേക്കാൾ കോപം കൂടുതലായിരുന്നു. എന്താണ് സത്യം? ആളുടനെ വീണ്ടും കാശി എന്ന ചാറ്റ് തുറന്നു. ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.